നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൽ ക്ലാസിക്കോ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ പോരാട്ടം കഴിയുമ്പോൾ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നു, ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നു. ഇന്നലത്തെ മത്സരം ഹൻസി ഫ്ലിക്ക് ഡഗൗട്ടിലില്ലായിരുന്നു. FC ബാഴ്സലോണക്ക് അവരെ സോർഗാണ് കളിക്കളത്തിലേക്ക് വിട്ടത്. അദ്ദേഹമാണ് ടെക്നിക്കൽ ഏരിയയിൽ നിന്നുകൊണ്ട് അവരുടെ കളി നിയന്ത്രിച്ചത്. ശരിക്കും ഹൻസി ഫ്ലിക്കിനെ മിസ് ചെയ്തു ബാഴ്സ എന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരുക്കിയ തന്ത്രങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ബാഴ്സ പന്ത് തട്ടിയത്. എന്നാൽ സാബി അലോൺസോ എല്ലാ അർത്ഥത്തിലും ബാഴ്സലോണയെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ടാക്റ്റിക്കലി, സ്ട്രാറ്റജിക്കലി, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓൺ ദി ബോളിലും ഓഫ് ദി ബോളിലും ഒക്കെ ബാഴ്സയെ കാതങ്ങൾ പിന്നിലാക്കിയാണ് റയൽ മാഡ്രിഡ് ഈ കളി വിജയിച്ചേറിയിരിക്കുന്നത്. കളിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ശബ്ദകോലാഹലങ്ങൾ, അതിപ്പോൾ ലബീൻ യമാൽ പറഞ്ഞത് മാത്രമല്ല, ജോയൽ ലാപ്പോർട്ട് പറഞ്ഞതൊക്കെ ചേർക്കണം. ആ ശബ്ദകോലാഹലങ്ങൾ ഒക്കെ റയൽ മാഡ്രിഡ് താരങ്ങൾ ഒന്നുകൂടി മോട്ടിവേറ്റഡ് ആക്കിയിരുന്നു എന്ന് വേണം പറയാൻ. 2-1 വിജയം അത് റയൽ മാഡ്രിഡ് കാണിച്ച ആധിപത്യത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നല്ല. ഈസിലി 4-1 5-1 ഒക്കെ ആകാമായിരുന്നു. വോയ്ചെക് ഷെസ്നിയുടെ കിടിലൻ പ്രകടനമാണ് കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നതിൽ ബാഴ്സയെ രക്ഷിച്ചത്. അതോടൊപ്പം തന്നെ ബാഴ്സയ്ക്ക് ബോൾ പൊസിഷനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാമെന്നല്ലാതെ ബോൾ അവർ കൈവശം വെച്ച് നീക്കങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയെങ്കിലും ക്ലിയർ കട്ട് ചാൻസുകൾ ഉണ്ടാക്കുന്നതിൽ അവർ ഫെയിലായിരുന്നു. അപൂർവം ചില അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ഈ കളി പറയുമ്പോൾ നേരത്തെ വേണമെങ്കിൽ റയലിന് കളി കില്ല് ചെയ്യാമായിരുന്നു. അതിനവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ പെനാൽറ്റിയൊക്കെ മിസ് ചെയ്തു. അല്ലെങ്കിൽ കളി നേരത്തെ തന്നെ കില്ല് ചെയ്യാമായിരുന്നു. ഒരു 3-1 4-1 ഒക്കെ ആക്കാമായിരുന്നു. അതിന് കഴിഞ്ഞില്ല. അതുപോലെ ഡിസലൗഡ് ഗോൾസ് ഉണ്ടായി. പിന്നെ റയൽ മാഡ്രിഡ് മിഡ്ഫീൽഡിൽ ബാഴ്സയേക്കാൾ ഏറെ മെച്ചപ്പെട്ട പ്രകടനമാണ് നടത്തിയത്. അത് വിത്തൗട്ട് ദി ബോളിലും അങ്ങനെ തന്നെ. ഡിഫൻസിലാണെങ്കിലും വിത്തൗട്ട് ദി ബോൾ കൊണ്ടുള്ള അവരുടെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ ബാഴ്സയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസാണ് നടത്തിയത്. ഒരു സ്പേസും ബാഴ്സ താരങ്ങൾക്ക് അവർ വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ റയലിൻ്റെ മിഡ്ഫീൽഡേഴ്സ് മത്സരം വിജയിച്ചു എന്ന് തന്നെ പറയണം. സോ ടാക്റ്റിക്കലി ആൻഡ് ഇൻഡിവിജ്വലി റയൽ തന്നെയാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഷെസ്നിയുടെ പ്രകടനം നമുക്ക് എടുത്തു പറയണം. ബാഴ്സയുടെ ഭാഗത്ത് ബാഴ്സയുടെ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ഷെസ്നിയും റയലിൻ്റെ സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ കിലിയൻ എംബാപ്പയുമാണെന്ന് പറയേണ്ടി വരും. ശരിയാണ്, കമവിംഗ അതുപോലെയുള്ള താരങ്ങളൊക്കെ നന്നായി കളിച്ചിട്ട് നമുക്ക് വഴിയെ പറയാം. സോ ലാമിൻ്റെ കളിയോ ആബ്സല്യൂട്ട്ലി ഒരു പൂർ ഗെയിമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. വളരെ കുറഞ്ഞ മത്സരത്തിലെ നിമിഷങ്ങളിൽ മാത്രമാണ് അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഒട്ടും ഡിസിസീവായിട്ടുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കളിയിലേക്ക് വരുമ്പോൾ കിലിയൻ എംബാപ്പെ, വിനി ജൂനിയർ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരൊക്കെ മുന്നേറ്റത്തിലുണ്ട്. എഡ്വേർഡ് കമവിംഗ, ആർദ ഗ്യൂളർ, ഷൂബനി എന്നിവർ മധ്യനിരയിലുണ്ട്. കഡേഡസും ഹുയ്സനും മിലിറ്റാവോയും ഫെഡെ വാൽവർദയും ഡിഫൻസിലും തിബോട്ട് കോർട്ടുവ ഗോൾ കീപ്പറായിട്ടും. അതായിരുന്നു റയലിൻ്റെ ഒരു 11. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പ്രഡിക്റ്റ് ചെയ്തിരുന്ന ഒന്നാണ്. ബാഴ്സയുടെ ഭാഗത്തും നമ്മൾ പറഞ്ഞിരുന്ന ഓൾമോസ്റ്റ് സെയിം 11 കൊണ്ട് തന്നെയാണ് അവർ ഇറങ്ങിയത്. ഗോൾ കീപ്പറായിട്ട് ഷെസ്നി, ഡിഫൻസിൽ ബാൾഡെ, കാർഷ്യ, കുബാഴ്സി, കൂണ്ടെ, മധുരയിൽ പെഡ്രിയും ഡിയോഗും, പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഫെർമിൻ ലോപ്പസ്, മുന്നേറ്റത്തിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് റാഷ്ഫോർഡും യമാലും, ഗോളടിക്കാൻ ഫെറാൻ ടോറസും എന്ന നിലയിലാണ് അവരിറങ്ങിയത്. പക്ഷെ എന്ത് സംഭവിച്ചു? കളിയിൽ തുടക്കം മുതൽ റയൽ ആധിപത്യം പുലർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ കിലിയൻ എംബാപ്പയെ പന്ത് വലയിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. അത് പക്ഷെ ഡിസലൗഡായി. റയലിന് ഒരു അനുകൂലമായിട്ടൊരു പെനാൽറ്റിയും വിധിച്ചിരുന്നു. അത് പക്ഷെ പിന്നീട് റഫറി വാർ മോണിറ്ററൊക്കെ നോക്കിയിട്ട് അത് പെനാൽറ്റി അല്ല എന്ന് വിധിക്കുന്നു. അങ്ങനെ തുടക്കത്തിൽ 1-2 ഘട്ടങ്ങളിൽ ബാഴ്സ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അതിനധിക സമയത്ത് ആയുസ് ഉണ്ടായിരുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. 22ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബാപ്പയുടെ ഗോൾ പിറക്കുന്നു. അത് ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു സൂപ്പർ പാസ്സാണ്.
സിനദിൻ സിദാൻ ഒക്കെ കൊടുക്കുന്ന തരത്തിലുള്ളൊരു പാസ് കൊടുക്കാനാണ് താൻ ശ്രമിച്ചതെന്ന് ബെല്ലിംഗാം കളിക്ക് ശേഷം പറയുന്നുണ്ട്. ആ ഒരു ബോൾ അത്തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടു കൂടി കൊടുത്തതാണ്. പിന്നെ എൻ്റെ മുന്നിൽ എംബാപ്പെ ഉണ്ടാകുമ്പോൾ, ബാഴ്സി ഇങ്ങനെ ഹൈലൈൻ ഡിഫൻസ് കളിക്കുമ്പോൾ എനിക്ക് കാര്യങ്ങൾ എളുപ്പമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അപ്പോൾ ടാക്റ്റിക്കലി അതൊരു കാര്യമായിരുന്നു, ബാഴ്സയുടെ ഹൈലൈൻ എക്സ്പോസ് ചെയ്യിക്കുക എന്നുള്ളത്. പല ഘട്ടങ്ങളിലും അത് നമ്മൾ ഈ കളിയിൽ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് എന്ത് അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റി? ഹൂൾസ് കൂണ്ടേക്ക് കിട്ടിയ ഒരു അവസരം, അത് അദ്ദേഹത്തിന് ബോൾ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കാൻ പറ്റാതെ പോയ ഒരു സംഭവം ഒഴികെ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ പെഡ്രിക്ക് അവസാനം റെഡ് കാർഡ് കിട്ടിയതൊക്കെ നമ്മൾ ഓർക്കണം. സോ ഇത് പോയ സീസണിൽ ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ 4 എൽ ക്ലാസിക്കോകളിലാണ് തകർത്ത് വിട്ടത്. അതിനൊരു പ്രതികാരം ചെയ്യണമായിരുന്നു. ഇതുകൊണ്ട് പ്രതികാരം പൂർത്തിയായി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ വിജയം സാബി അലോൺസോക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഇത് സാബിയുടെ ഒരു സിഗ്നേച്ചർ വിന്നാണെന്ന് പറയേണ്ടി വരും. കാരണം ബാഴ്സക്കെതിരെ വിജയിക്കുക, ഒരു പുതിയ ഏറെ ഇവിടെ സ്റ്റാർട്ടാവുന്നു എന്നൊരു തോന്നൽ അതിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കഴിയുന്നുണ്ട്. മാഡ്രിഡ് വളരെയധികം ഇൻറ്റൻസിറ്റിയോടുകൂടി, അഗ്രഷനോടുകൂടി, കൊഹേഷനോടുകൂടിയാണ് കളിച്ചത്. ബാഴ്സയുടെ ബിൽഡപ്പിനെ ഫ്രീക്വൻലി അവർ ഡിസ്റപ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബാഴ്സ നോക്കുക, സെൻട്രൽ ബാക്കുമാർ പാവു കുബാർസി, എറിക് ഗാർഷ്യ ഇങ്ങനെയുള്ളവരിലേക്ക് ബോൾ കൊടുക്കുന്നു, അങ്ങനെ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ മിഡ്ഫീൽഡർ, 4 മിഡ്ഫീൽഡേഴ്സിനെ വെച്ചാണ് ഇന്നലത്തെ കളിയിൽ റയൽ ഇറങ്ങുന്നത്. അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തു. ബെല്ലിംഗാം, കമവിംഗ, ഓർലിൻ ഷുവാമനി, ആർദ ഗ്യൂളർ, 4-4-2 ഫോർമേഷൻ. അതാണ് കളി തുടങ്ങിയതിന് ശേഷം നമ്മൾ പ്രാക്ടിക്കലി കളിക്കളത്തിൽ കാണുന്നത്. അതിൽ കമവിംഗയുടെ കാര്യം എടുത്ത് പറയണം. റൈറ്റ് വിങ്ങർ പുതിയ പൊസിഷൻ അദ്ദേഹം അൺലോക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വരികയും ചെയ്തു. സോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം ക്ലിക്കാവുന്ന കാഴ്ചയാണ് നമ്മൾ സാബി അലോൺസോക്ക് ഇവിടെ കണ്ടത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഗോൾ കൂടി പിറക്കുന്നു. എത്ര മിലിറ്റാവോ കൊടുക്കുന്ന അസിസ്റ്റിൽ നിന്ന് ബെല്ലിംഗാം വളരെ അനായാസമായിട്ട് പന്ത് വലയിലേക്ക് എത്തിക്കുകയാണ്. എല്ലാം സാബിക്ക് പോസിറ്റീവാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ചില പ്രശ്നങ്ങളുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ സമയത്ത് വിനി ജൂനിയറുടെ ആ ഒരു റിയാക്ഷൻ, 72-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ, അത് ഹാൻഡിൽ ചെയ്യപ്പെടേണ്ടതുണ്ട് സാബി അലോൺസോ. അതുപോലെ തന്നെ ചില വളരെ കുറഞ്ഞ മൊമെൻറ്റുകളിലാണെങ്കിലും അവരുടെ ഡിഫൻസ് വൾണറബിളായി പോകുന്ന ചില കാഴ്ചകൾ കണ്ടു. ബാഴ്സ ക്ലിയർ കട്ട് ചാൻസസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ പോലും അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും ക്ലിയർ ചെയ്ത് പോവേണ്ടതാണ്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഇതൊരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ. സോ അലോൺസോയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രോഗ്രസ് തൻ്റെ ടീമിനുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റിയ ഒരു വിജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനി ബാഴ്സയുടെ ഡിഫൻസോ കൃത്യമായിട്ട് ഈ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ ഒന്നുമല്ലാതാവുന്ന ഒരവസ്ഥ, ഔട്ട് ക്ലാസ്ഡ് എന്ന് തന്നെ പറയേണ്ടി വരും. ഔട്ട് ക്ലാസ്ഡ് ഓൺ ബിഗ്ഗസ്റ്റ് സ്റ്റേജ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പല ഘട്ടങ്ങളിൽ നമ്മളത് കൃത്യമായിട്ട് കണ്ടു. ഇപ്പോൾ അലയാൻഡ്രോ ബാൽഡെ, എംബപ്പയുടെ ആ ഗോൾ വരുന്നുണ്ടല്ലോ, ഫസ്റ്റ് ഗോള്, അത് അദ്ദേഹം ഓൺ ആയിട്ട് അദ്ദേഹം വരുന്നത്, അതായത് ഓഫ് സൈഡ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത് അലയാൻഡ്രോ ബാൽഡയുടെ ഒരു കാരണം കൊണ്ടാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഗോൾ ബെല്ലിംഗാം അടിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അദ്ദേഹത്തെ അൺമാർക്കഡായിട്ട് വിടുന്ന ഒരു കാഴ്ചയാണ് സംഭവിക്കുന്നത്. പിന്നെ നോക്കുക, ഈസിലി എയറിൽ ബീറ്റഡ് ആവുന്നു എതിർ മിലിറ്റാവോക്കെതിരെ ആ ഒരു ഗോളിൻ്റെ അസിസ്റ്റ് കൊടുക്കുന്ന ഘട്ടത്തിൽ. സോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസിന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. ഇനി കൂണ്ടയുടെ കാര്യത്തിലോ, കൂണ്ടെ പോയ സീസണിൽ എത്ര മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരുന്നയാളാണ്. അദ്ദേഹത്തിന് പക്ഷേ ആ മികവ് ഇപ്പം അതുപോലെ ഈ സീസണിൽ ആവർത്തിക്കാൻ പറ്റുന്നില്ല എന്നൊരു ഫീലിംഗ് ബാഴ്സ ആരാധകർക്കുണ്ട്. കൂണ്ടെ വളരെ പാസീവായിരുന്നു ഡിഫെൻഡിങ്ങിൽ. വിനീഷ്യസിനെ 1-on-1 സിറ്റുവേഷനിൽ ഡിഫെൻഡ് ചെയ്യുന്നതിലൊക്കെ കൂണ്ടെ ശരിക്കും പറഞ്ഞാൽ വളരെ പാസീവായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. അതോടൊപ്പം തന്നെ നോക്കുക, വേണ്ട വിധത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് അറ്റാക്കിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാനും കഴിയാതെ പോയിട്ടുണ്ട്. സെൻട്രൽ ബാക്കുമാരാണെങ്കിൽ സെൻട്രൽ ബാക്ക് പെയറിങ്, ഇപ്പോൾ ഗാർഷ്യ, അദ്ദേഹം
തീർച്ചയായിട്ടും അത്ര ഒരു മികവിലേക്ക് പോവാതെ പോയി. ആ ഒരു പെനാൽറ്റി സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, അത് ഫോർച്ചുനേറ്റ്ലി ആ പെനാൽറ്റി മിസ് ചെയ്തു എംബാപ്പെ. അത് മിസ് ചെയ്തതല്ല, മനോഹരമായിട്ടുള്ളൊരു സേവ് ഷെസ്നി നടത്തിയതാണ്. അത് നമുക്ക് വേറെ പറയേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഡിഫൻസിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊരു ഫീലാണ് ഇന്നലത്തെ കളി കഴിയുമ്പോൾ ബാഴ്സ ആരാധകർക്കുണ്ടാവുക. സോ സമ്മറിൽ ഇനീഗോ മാർട്ടിനസിന് നഷ്ടമായത് ബാഴ്സയ്ക്കൊരു തിരിച്ചടി ആയിട്ടില്ലേ, നെഞ്ചത്ത് കൈവച്ച് പറയണം. റൊണാൾഡോ റൗഹോ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് പിന്നീട് കളിക്കളത്തിലേക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കളി വരുമ്പോൾ തീർച്ചയായിട്ടും ഡിഫൻസിലെ പ്രശ്നങ്ങൾ സുവ്യക്തമായിരുന്നു. പിന്നെ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം 9 സേവുകൾ നടത്തിയ ഷെസ്നി ഇല്ലായിരുന്നെങ്കിൽ ഇത് കൂടുതൽ തിരിച്ചടിയായി മാറേണ്ട ഒരു കളിയായിരുന്നു. ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ട് സാന്റിയാഗോ ബെർണാബുവിൽ നിന്ന് തിരികെ പോരേണ്ടതായിരുന്നു. പക്ഷേ മികച്ച ഗോൾ കീപ്പിംഗ് അദ്ദേഹം നടത്തി. 6 ഇൻസൈഡ് ദി ബോക്സിൽ നിന്നുള്ള ഷോട്ടുകളാണ് അദ്ദേഹം സേവ് ചെയ്തത്. സോ ഷെസ്നിക്ക് കൈയടിക്കാം, അതാണ് അവർക്കുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. 35-കാരനായിട്ടുള്ള ഗോൾ കീപ്പറാണ് ഈ പ്രകടനം നടത്തുന്നത്. പിന്നെ റയലിൻ്റെ ഭാഗത്തോ എല്ലാം എംബാപ്പയെ കേന്ദ്രീകരിക്കുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ട്. അതൊരർത്ഥത്തിൽ അത് തന്നെയാണ് അവർ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതും. എംബാപ്പെ എല്ലാ ബോളുകളും കൃത്യമായിട്ട് എംബാപ്പയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പെനാൽറ്റി മിസ് ചെയ്തു. വേറെയും അവസരങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബ്രാഹിമിന് പാസ് കൊടുത്ത ഗോളാകുമായിരുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വയം അടിച്ച് അത് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള മൊമെൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഗോളടിച്ചു. അദ്ദേഹം തന്നെയാണ് അവരുടെ മെയിൻ താരം എന്ന ഒരു ഫീലാണ് ഈ ഒരു കളി കഴിയുമ്പോൾ നമുക്കുണ്ടാവുക. വിനി വളരെ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്, ഒരു സംശയവുമില്ല. വിനി ഒരു വാരിയറായിരുന്നു ഈ കളിയിൽ. നിരവധി ഘട്ടങ്ങളിൽ അദ്ദേഹം അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. ബട്ട് 72-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം വലിയ രൂപത്തിൽ നിരാശനായി പ്രതികരിച്ചു. എന്നാൽ സാബി അലോൺസോ അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. അതാണ് അപ്പോൾ അവിടെ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യവും. എന്നാൽ വിനിയെ പിൻവലിച്ചത് ഇപ്പം ചില മാധ്യമങ്ങളൊക്കെ, സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത് സാബി അലോൺസോ ഈ കളിയിൽ ചെയ്തതെല്ലാം വളരെ കൃത്യമായിരുന്നു, പക്ഷേ വിനിയെ പിൻവലിച്ചത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന്. ഏതായാലും അത് പിന്നീട് ടീമിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. റോഡ്രിഗോയാണ് പകരം വന്നിട്ടുണ്ടായിരുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം. ഏതായാലും യമാലിൻ്റെ കാര്യം കൂടി നോക്കണം. ഈ കളിയിൽ നമ്മൾ യമാലിനെ പറയാതെ നമുക്ക് റിവ്യൂ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. യമാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് എനിമി നമ്പർ 1 എന്ന രൂപത്തിലാണ് ബെർണബ്യൂ അദ്ദേഹത്തെ ഈ കളിയിൽ ട്രീറ്റ് ചെയ്തത്. അത് കളിക്ക് മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ കാരണമാണ്. അവർ റോബ് ചെയ്യുന്നു, പിന്നെ അവർ തന്നെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞതും, പിന്നെ കളിക്ക് മുമ്പ് ചില ഇൻസ്റ്റാഗ്രാമിലിട്ടുള്ള ചില സ്റ്റോറികൾ, ആ സ്റ്റോറികൾ യമാലിനൊരു ഗുണവും ചെയ്യുന്നില്ല, ബാഴ്സയ്ക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല, മറിച്ച് തിരിച്ചടി മാത്രമാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇനിയെങ്കിലും പയ്യൻ തിരിച്ചറിഞ്ഞാൽ നല്ലത്. അദ്ദേഹം ബോൾ ടച്ച് ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും ആരാധകർ കൂവി വിളിക്കുകയായിരുന്നു. ഫ്രം ദി ഫസ്റ്റ് മിനിറ്റ് ടു ദി ലാസ്റ്റ് യമാലായിരുന്നു ടാർഗറ്റ്, ആരാധകരുടെ ടാർഗറ്റ്. കളിക്കളത്തിൽ റയൽ താരങ്ങളാണെങ്കിലോ കൃത്യമായിട്ട് അവനെ പ്രകോപിപ്പിക്കാനുള്ള എല്ലാ ചെയ്തികളും ചെയ്തു വെക്കുകയും ചെയ്തു. സോ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ ലമീൻ യമാലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. യമാൽ എന്തായാലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ത് മാറ്റങ്ങളാണ് തൻ്റെ കളിയുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന്. റയലിനാണെങ്കിലോ ബെല്ലിംഗാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വീണ്ടും തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ബാഴ്സയ്ക്ക് വേണമെങ്കിൽ അവരുടെ ആബ്സെൻറ്റീസിൻ്റെ കാര്യം പറയാം. ഇപ്പം റോബർട്ട് ലെവൻഡോസ്കി ഇല്ല, റാഫീഞ്ഞ ഇല്ല, ഗാവി ഇല്ല, ഡാനി ഒൽമോ ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറയാമെന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വളരെ കംഫർട്ടബിളി റയൽ മാഡ്രിഡ് ഈ കളി ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ആഴ്സൺ വെങ്കറുടെ നിരീക്ഷണമാണ് വളരെ കൃത്യമായിട്ട് എനിക്ക് തോന്നിയത്. കളിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എൽ ക്ലാസിക്കോ ഒരു തരത്തിൽ പറഞ്ഞാൽ മെൻ വേഴ്സസ് ബോയ്സ് എന്ന രൂപത്തിലാണ് സംഭവിച്ചത്. റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസീവ് പെർഫോമൻസ് ബാഴ്സലോണയുടെ ഡിഫൻസിനേക്കാൾ വളരെ സ്ട്രോങ്ങർ ആയിരുന്നു. അറ്റാക്കിലാണെങ്കിലോ റയൽ മാഡ്രിഡ് വളരെ ക്ലിയർ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് സ്കോർ ചെയ്യാം എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. ബാഴ്സലോണ ടൂത്ത്ലെസ് ആയിട്ടാണ് തോന്നിയത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ബോളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കൽ പോലും സ്കോർ ചെയ്യുമെന്നൊരു തോന്നൽ പോലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഐ ഗീവ് ക്രെഡിറ്റ് ടു സാബി അലോൺസോ എന്നാണ്
ആൾസൺ വെങ്കർ വിലയിരുത്തിയത് അത് തന്നെ ഈ കളിയെക്കുറിച്ച് പറയേണ്ടിയും വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.